അശു അങ്കിൾ, പ്രീക്ക് കുഞ്ഞാവ എപ്പോ ഉണ്ടാവുക? കല്യാണം കഴിഞ്ഞ കുഞ്ഞാവ ഉണ്ടാവില്ലേ? അത് പിന്നെ എന്റെ അമ്മയുണ്ടല്ലോ, അടങ്ങിയിരിക്കില്ല. അവളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, അവളും അത് തന്നെ ചോദിച്ചോണ്ടേയിരിക്കും. അത് മോളെ, ദൈവം തരുമ്പോ അത് വന്നോളും കുഞ്ഞാവ. കുഞ്ഞാവ വന്നു കഴിഞ്ഞാ നിങ്ങൾ പ്രിയെ ഒഴിവാക്കോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? പ്രിയക്ക് കുഞ്ഞാവ ഉണ്ടായി കഴിഞ്ഞാ നിങ്ങൾ ഒരു അച്ഛനാവില്ലേ? പിന്നെ നിങ്ങൾ പ്രിയന്റെ കൂടെ ഉണ്ടാവേ ഇല്ല. അച്ഛനെന്ന് പറഞ്ഞ ഒഴിവാക്കി പോകുന്നവരല്ലേ? നോ വേ മോളെ, അച്ഛനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തന്റെ ഭാര്യയും കുഞ്ഞിനെയും കൂടെ നിന്ന് നോക്കുന്നവനാ. ഒരുപക്ഷെ ദൈവം വരം കൊടുത്തൊരു കുഞ്ഞാവ എങ്ങാനും വന്നാൽ എനിക്ക് പ്രിയോടുള്ള ഇഷ്ടം കൂടുതലുള്ളൂ. ഞാൻ അയാളെ കെയർ ചെയ്യും, എപ്പോഴും അയാളുടെ കൂടെ ഉണ്ടാവും. എൻ്റെ കുഞ്ഞാവയെ ഞാൻ പൊന്നുപോലെ നോക്കും. എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞോ? മുത്തശ്ശന്, മുത്തശ്ശിക്ക്, അമ്മയ്ക്ക്, അഞ്ജുവിന് എല്ലാവർക്കും വാങ്ങിക്കഴിഞ്ഞു. സൂരി, ചെറിയച്ഛൻ, മേമ, മൈ ഡിയർ റാം, എല്ലാവർക്കും ഉള്ളതും സെലക്ട് ചെയ്തു. മേഡം മാത്രമേ സാരി സെലക്ട് ചെയ്യാത്തുള്ളൂ. ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. എന്തിനാ എടുത്തത് റാം? എനിക്കിത് വേണ്ട. നീ എന്തായാലും ഇത് എടുത്തേ പറ്റൂ. വാടോ. ബേബി, എനിക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഐസ്ക്രീം വാങ്ങിയത്. കഴിക്ക്, ഇത് ഷുഗർ ഫ്രീയാ. വേണ്ട പ്രീ. എന്ത് പറ്റി? കുടിക്കാൻ വെള്ളം വേണം നിനക്ക്? വേണ്ട സീതമ്മ. എന്ത് പറ്റിയടാ, ലേറ്റ് ആയോ? അശു അങ്കിളിന്റെ കല്യാണത്തെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുക. നമുക്കിപ്പോ തന്നെ പോവാട്ടോ. ഓക്കെ? ആൻഡ് റാം, ഞാൻ ഹൽദി ചടങ്ങിന് സ്പെഷ്യൽ ആയിട്ട് ഇവന്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വളയിടലിനും അതെ, എല്ലാം നല്ല ഗംഭീരായിട്ട് നടക്കണം. Oh God! Sorry, Andy. It's okay, മോളെ. റാം, just a minute. Friend, നിനക്ക് ഐസ്ക്രീം കഴിക്കണ്ടേ?
വരട്ടെ. യാ കം വാ. അശോകെ ഇതങ്ങോട്ട് വെച്ചേ. ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? കല്യാണം കല്യാണം എന്ന് പറഞ്ഞ താലി ഇതുവരെ വാങ്ങിയില്ല. ഞങ്ങളൊന്ന് പോയി അത് വാങ്ങി വരട്ടെ. ഓ ആണോ? ഓ ചെമ്പകം വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്കിൾ, ചാന്ദിനി. ചാന്ദിനി ചാന്ദിനി, ഓ സോറി. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. നിങ്ങൾ രണ്ടുപേരും താലി നോക്കാൻ പോവല്ലേ? നിങ്ങൾ മൂന്നുപേരും ഓക്കെ ഓക്കെ. ബൈ റാം, ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങൾ പതുക്കെ വാ. വാ മോളെ ചെമ്പകം, അല്ല ചാന്ദിനി. ബൈ റാം, സീ യു അറ്റ് ഹോം. വാ മോളെ ചെമ്പക, അല്ല ചാന്ദിനി. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വന്നു, ഒരുമിച്ച് തിരിച്ചു പോന്നു. നോ ചേഞ്ചസ്. നോ ചേഞ്ചസ് അങ്കിൾ. ഇത്രയും നേരം നോ ചേഞ്ചസ്. പക്ഷെ ഇനി അങ്ങോട്ട് അറിയില്ല. അതായത് ഇനി അങ്ങോട്ട് എന്തോ ട്വിസ്റ്റ് വരുന്നതാണോ? ഓക്കേ, മിസ്റ്ററി. ഐ ലവ് മിസ്റ്ററി. 100%. ഇനി അങ്ങോട്ട് എല്ലാം ചേഞ്ച് ആവും. ലെറ്റ്സ് ഗോ. യാ. ഓ ദേ എവിടെ നോക്കിയേ, ഒരു കുഴപ്പമില്ലാതെ ചെറിയച്ഛൻ്റെ കൂടെ പോയി. ഇപ്പൊ നിന്റെ ഡൗട്ട് ക്ലിയർ ആയില്ലേ? ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. വിട്ടാലോ? ബൈ ബേബി. ബൈ ബൈ ഗൈസ്. ടേക്ക് കെയർ. ബൈ ബൈ റാം. ബൈ. ബൈ. അശോകും പ്രിയയും കൂടെ അവരുടെ താലി നോക്കാൻ വേണ്ടി പോവാ. ഇനി നമ്മളെപ്പോഴാ? ഐ മീൻ താലി, ഷോപ്പിംഗ് ഇതെല്ലാം ചെയ്തല്ലേ പറ്റൂ. ചെയ്യണം. എത്രയും വേഗം ആ സമയം വരും. സികുട്ടാ, ലെറ്റ്സ് ഗോ. കം. ഫ്രണ്ട്, താലി എന്ന് വെച്ചാ എന്താ? താലി എന്ന് വെച്ചാ വെറും മാലയല്ല. നിനക്കെല്ലാം ഞാൻ പറഞ്ഞു തരാം. നീ കുറച്ച് സമയം കൂടെ എനിക്ക് താ. വാ ഇങ്ങോട്ട്. പെട്ടെന്ന് നീ എല്ലാം മറന്ന് ഇത്രയൊക്കെ നീ മുന്നോട്ട് പോയോ? നിന്റെ ചരിത്രം എന്താണെന്ന് നീ മറന്നുപോയോ സീത? സീത, 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 എന്തു പറ്റി? സീത, സാധന, അപ്പൂന് നോക്കി വെച്ച കുട്ടികളുടെ ഫോട്ടോയും ജാതകമാണിത്. നീ ഇതെല്ലാം എടുത്തോണ്ട് പോയി അച്ഛനെ ഒന്ന് കാണിക്കേ. എനിക്ക് അർജന്റായിട്ട് ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം വന്നേക്കാം. ഞാനോ? എന്ത് ഞാനോ? നീ അല്ലാതെ പിന്നെ ആരാ? നീയും ഈ വീട്ടിലെ മരുമകളാ. ഒരു കാര്യം ഏൽപ്പിച്ച് എപ്പോഴും ഇങ്ങനെ പിന്നോട്ട് പേടിച്ച് നിന്നാലോ?
എന്നിട്ടും എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് ആരും വില തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കും. അപ്പുവിന്റെ കല്യാണം നിന്റെയും കൂടി ഉത്തരവാദിത്തമാണ് സാധന. ചെല്ല്, നീ പോയത് കാണിക്കാൻ നോക്ക്. ശരി ചേച്ചി. ചേച്ചി, ഇക്കൂട്ടത്തില് അവളുടെ ആലോചനയുണ്ടോ? ആരുടെ? സാധന. അപ്പുവിന് വേണ്ടി നോക്കി വെച്ച എല്ലാ കുട്ടികളുടെയും ഫോട്ടോ അതിലുണ്ട്. ഞാൻ എല്ലാം നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ, അതുപോലെ പോയി അച്ഛനോട് എക്സ്പ്ലെയിൻ ചെയ്യാ. ചെല്ല്. ആ ചേച്ചി. അച്ഛാ, അതെ, അച്ഛന്റെ ഫ്രണ്ട്സിന്റെ കൊച്ചുമക്കളുടെ ഫോട്ടോയും ജാതകവും ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അച്ഛനൊന്ന് നോക്കിയേ. ഇതാ അച്ഛാ. ഭാർഗവിയോട് ഞാൻ പറഞ്ഞ് ജയിപ്പിച്ചതായിരുന്നു. ഒരു കുട്ടിയെ നമ്മുടെ രാമൻ അങ്ങോട്ട് ശരിയാകുന്നില്ല മോളെ. ഇവളാരാ? ശ്രീപ്രിയ. ഓ, നമ്മുടെ രാമനേക്കാൾ ഒരു വയസ്സ് കൂടുതലാണല്ലോ ഇവക്ക്. ഇവളെ കാണാൻ കൊള്ളാല്ലേ മോളെ? അച്ഛാ, ഇവളോ? ഇവളുടെ പേര് ഇന്ദ്രാണി എന്നാ. എനിക്കും കണ്ടപ്പോ തന്നെ ഇവളെ ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്കും ഇഷ്ടമായി മോളെ. ഇവള് നമ്മുടെ രംഗാചാര്യയുടെ കൊച്ചുമോളല്ലേ? ആ അതെ അച്ഛാ, എന്തോ ഒരു സ്റ്റാർട്ടപ്പ് നോക്കുന്നുണ്ട്. നമ്മുടെ രാമിനെ പോലെ തന്നെ ജോലിക്കാര്യത്തിലൊക്കെ വളരെ മിടുക്കിയ. ഓ, ആ കൊച്ചു കൊള്ളാം മോളെ. അവന് 2 കൊച്ചുമക്കളുണ്ടായിരുന്നോ? ഞാൻ ഒരാളുള്ളൂന്ന് കരുതിയേ. ഓഹോ, അവനാണെങ്കിൽ ഇതുവരെ ഇവളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അവർക്ക് പറയാനുള്ള മടി കൊണ്ടായിരിക്കും അച്ഛാ. മടി എന്തിനാ മോളെ? അത് പിന്നെ അവള് ഡിവോഴ്സ് ആയതാ അച്ഛാ. 4 വയസ്സുള്ളൊരു മകനും ഉണ്ട് അച്ഛാ. അവനും അവളുടെ കൂടെ തന്നെയാണെന്ന്. കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ രാമിന് ചേരുന്ന ജോഡിയാ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ കോമൺ അല്ലേ അച്ഛാ? അതുകൊണ്ടാ ചേച്ചി. മതി നിർത്ത് മോളെ. എന്താ നീ പറഞ്ഞു വരുന്നേ? എന്റെ കൊച്ചുമോൻ 2ാമത് കെട്ടാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ കല്യാണം കഴിക്കണോ? എന്റെ രാമൻ എന്തിനാ അതിന് നിൽക്കുന്നേ? അയ്യോ അച്ഛാ, എന്തു പറ്റി അച്ഛാ? എന്തിനാ അച്ഛൻ ഇങ്ങനെ ബഹളം വെക്കുന്നേ? അച്ഛാ പ്ലീസ് ഒന്ന് കാമായേ. എന്താ പറ്റിയത്? അച്ഛാ അത് നീ ഒന്നും പറയണ്ട. എന്റെ മരുമോളായോണ്ടാ ഞാനൊന്നും പറയാത്തെ. ഈ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ. അച്ഛാ എന്തിനാ ദേഷ്യം പിടിക്കുന്നേ? ദേഷ്യം പിടിക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ മോളെ? എന്റെ കൊച്ചുമോനൊരു കുട്ടിയുള്ള പെങ്കൊച്ചിനെ പോയി കല്യാണം കഴിക്കണമെന്ന് പറയുന്നേ ശരിയാണോ? അത് സാധന, നീ ആ രംഗാചാര്യയുടെ കൊച്ചുമോളുടെ ഫോട്ടോ കാണിച്ചോ? വാട്ട്സ് റോങ് വിത്ത് യു? ആ കുട്ടി നമ്മുടെ അപ്പുവിന് സൂട്ട് ആകില്ല എന്നുള്ളത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ? ചേച്ചി. സാധന, മിണ്ടരുത്. എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എല്ലാരും ശരിക്കൊന്ന് കേട്ടോ. എന്റെ കൊച്ചുമോനെ കുട്ടികളുള്ളവരെയും 2ാം കെട്ടുകാരെയൊന്നും നോക്കണ്ട. എന്നുവെച്ച് അവര് കല്യാണം കഴിക്കണ്ടെന്നല്ല, കഴിക്കണം. അവർക്ക് പൊരുത്തുള്ള ആളെ കിട്ടുമ്പോ കല്യാണം കഴിക്കണം, നന്നായിട്ട് ജീവിക്കണം. അതിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ റാമിന്റെ ആദ്യത്തെ കല്യാണം ഇത്. അപ്പൊ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെയും ആദ്യത്തെ കല്യാണമാവണം. ഇനി എങ്ങാനും ഇങ്ങനത്തെ ആലോചന കൊണ്ടുവന്നാ നന്നായിരിക്കില്ല.
സീത എന്താ വെള്ളം കുടിക്കേ? പ്ലീസ് സീതമ്മ, എന്തെങ്കിലും പറ സീതമ്മ, എനിക്ക് പേടിയാവുന്നുണ്ട്. സിഹി, നീ വെറുതെ പേടിക്കണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. How are you feeling? ഐ എം ഫൈൻ. റാം, നമുക്ക് വീട്ടിലേക്ക് പോവാം. അല്ല, കുറച്ച് പതുക്കെ പോയാൽ മതി. നീ റിലാക്സ് ചെയ്യ്, നിനക്ക് ക്ഷീണം ഉണ്ടാവില്ലേ? എനിക്കൊരു കുഴപ്പമില്ല റാം, ഐ എം ഫൈൻ. നീ വാ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണോ വന്നേ? പറ സീത, ഞാൻ കരിക്ക് വാങ്ങി വരട്ടെ, നിനക്ക് നല്ല ക്ഷീണമുണ്ട് ഇപ്പോ. അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്കൊരു കുഴപ്പമില്ലെന്നേ. സീത, ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇഗ്നോർ ചെയ്യല്ലേ. ദേ ഹോസ്പിറ്റൽ ഇവിടെ അടുത്താണ്, ഒന്ന് കാണിക്കാൻ നമുക്ക്. ഡോണ്ട് വെറി. റാം, കുറച്ചു നേരം വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. ഇത് വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. യു ഷോ? ദേ വെള്ളം എടുത്തിട്ടുണ്ടേ. ഓക്കെ, ഫ്രണ്ട്, നീ എന്റെ സീതാമ്മേനെ എത്ര നന്നായിട്ടാ നോക്കുന്നേ. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്. അതിന് താങ്ക്സ് എന്തിനാ പറയുന്നത് മോളെ? നിനക്കോ നിന്റെ സീതമ്മയ്ക്കോ എന്തെങ്കിലും പറ്റിയ ഞാൻ ഉണ്ടാവില്ലേ കൂടെ? ഡോണ്ട് വറി, ഓക്കെ? അത്ര പെട്ടെന്ന് നീ എല്ലാം മറന്ന് ഇത്രയൊക്കെ നീ മുന്നോട്ട് പോയോ? നിന്റെ ചരിത്രം എന്താണെന്ന് നീ മറന്നുപോയോ സീത? നീ ചുമ്മാ തലകറങ്ങി വിടുന്നു പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നീ എന്തോ എന്നോട് മറക്കുന്നുണ്ട്. അതെന്താണെന്ന് പറ സീത. അങ്ങനെയൊന്നും ഇല്ല റാം. നിന്റെ പെരുമാറ്റത്തിൽ എന്തോ വ്യത്യാസമുണ്ട് സീത. യു ആർ ഹൈഡിങ് സംതിങ് ഫ്രം മീ. എന്തായാലും ഒരുമിച്ച് ഫേസ് ചെയ്യാലോ. ഐ എം ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട്. പ്ലീസ് ടെൽ മീ വാട്ട്സ് ദാറ്റ്. I'm sorry, okay? ചുട്ടുപൊള്ളുന്ന വെയില, പിന്നെ ആൾക്കാർക്ക് തല ചുറ്റാതിരിക്കോ? പാവം സീത. അതെ ചേച്ചി, ഈ ചൂടത്ത് ശരിക്കും വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇമാതിരി ചൂടത്തെ ശരീരം എത്രത്തോളം കൂളാക്കി നിർത്തണോ അത്രത്തോളം കൂളാക്കി നിർത്തണമെന്നാ. സീത ഈ കാര്യത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധയുള്ളവളാണല്ലോ. ഇന്നിപ്പോ എന്താ ഇങ്ങനെ ഉണ്ടായേ? പാവം എന്റെ സീമോളെ കണ്ടില്ലേ? സീതയ്ക്ക് വയ്യാതായപ്പോഴേക്ക് ഇവളങ്ങ് ഡള്ളായി പോയല്ലോ. സീമോളെ, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ദാ നോക്ക്, ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. എന്റെ സീമോള് ഈ ലഹങ്കയും ബ്ലൗസും ഇട്ട് കഴിഞ്ഞാ നല്ല പൂമ്പാറ്റ കുഞ്ഞിനെ പോലെ ഉണ്ടാകും. എന്റെ സീമോള് കുഞ്ഞി പൂമ്പാറ്റയാ. അവൾ ഏത് ഡ്രസ് ഇട്ടാലും എന്ത് രസമാണെന്നോ. ഈ സാരി എടുത്തു കഴിഞ്ഞാൽ എന്നെ കാണാൻ മണവാട്ടിയെ പോലെ ഉണ്ടാവോ?
ശരിക്കും മണവാട്ടിയാ. എന്നാ നമുക്ക് നിനക്കൊരു കല്യാണം നോക്കിയാലോ? വേണ്ട, ഞാൻ ഇപ്പോഴും ചെറിയ കുട്ടിയാ. എന്റെ സീതമ്മ ഇങ്ങനത്തെ സാരിയൊക്കെ എടുത്താണ്ടല്ലോ, സൂപ്പറാ. സെയിം കല്യാണ പെണ്ണിനെ പോലെ ഉണ്ടാവും. സീതയ്ക്ക് ഒരു കല്യാണം നടത്തണം. ഒരു പെൺകുട്ടിയെയും കൊണ്ട് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം ചേച്ചി. ഇപ്പൊ കാലം കുറെ മാറിയിട്ടുണ്ട്. സീതയെ ഒരു കല്യാണം കഴിക്കണം. നേരവും കാലമാകുമ്പോ സംഭവിക്കേണ്ടത് എന്താണോ അത് സംഭവിച്ചോളൂ. അതും ശരിയാ ചേച്ചി. എന്റെ പ്രിയക്ക് എത്ര വർഷമായിട്ട് ചെക്കനെ നോക്കുവാണെന്നോ. ഇത്ര കാലം കാത്തിരുന്നത് ഇപ്പൊ നന്നായില്ലേ? തങ്കം പോലത്തെ ചെറുക്കനല്ലേ അവൻ. എന്റെ പ്രിയെ അവൻ പൊന്നുപോലെ നോക്കിക്കോളും. അവനെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എനിക്കതങ്ങ് മനസ്സിലായി. നിങ്ങൾ അശ്വാങ്കളെ കുറിച്ചാണോ പറയുന്നത്? അശ്വാങ്കൾ നല്ല അങ്കിളാ, എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ. എന്റെ ഫ്രണ്ടിനെ പോലെ അശ്വാങ്കളും അടിപൊളിയാ. ആരാ നിന്റെ ഫ്രണ്ട്? റാം. ഓ, പ്രിയ പറയാറുണ്ട് അവളുടെ ബോസിനെ കുറിച്ച്. അവരാണോ? നല്ല ചെറുക്കനാണെങ്കി നിന്റെ ഫ്രണ്ടിനെ ആർക്ക് വേണമെങ്കിലും കല്യാണം കഴിക്കാലോ. റാമെന്നല്ലേ പറഞ്ഞ? ഇനി ഒന്നും ആലോചിക്കേണ്ട സിഹി. അവന് സീതയെ പോലൊരു പെണ്ണിനെ കിട്ടും. Who the hell is this? ആരാ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്? പറ. ഈ നമ്പർ ആരുടെയാ? പറ. അറിയില്ല റാം. ഇതിപ്പോ ഫസ്റ്റ് ടൈം വരുവാണോ അതോ ഇതേപോലെ മുമ്പ് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ? ഇതാദ്യമായിട്ടാ. സോ അപ്പൊ ഇതാണ് നീ എന്റെ അടുത്ത് മറച്ചു വയ്ക്കാൻ വേണ്ടി നോക്കിയത് അല്ലേ? സീത, ഒരു കാര്യം ചെയ്യും, നമ്പറിലേക്ക് ഒരു കോൾ ചെയ്തേ. ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ മുമ്പേ വന്ന് സംസാരിക്കാൻ പറ. റാം വേണ്ട. അതെന്താ? ഇങ്ങനെ ഒരാളെ പേടിപ്പിക്കുന്നത് ക്രൈമാണ് സീത. ഇറ്റ് ക്യാൻ ബി എ പണിഷബിൾ ഒഫൻസ്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിന്റെ ലൈഫിനെ കുറിച്ച് അറിയാവുന്ന ആരോ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതാരാ നമുക്ക് അറിഞ്ഞേ പറ്റൂ. നീ ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇവനെ വിളിക്കുക, ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നേ. വിളിക്കേ. സ്പീക്കർ ഓൺ ചെയ്.